ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ജങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ, +1 ഇംഗ്ലീഷിലെ സൈബർ സ്പേസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ഏത് ചോദ്യം വന്നാലും, അതായത് ഒരു എഡിറ്റോറിയൽ ആയാലും എസ്സേ ക്വസ്റ്റ്യൻ ആയാലും ഇനി അതല്ല ഒരു സ്പീച്ച് ആയാലും, അങ്ങനെ എന്ത് തേങ്ങ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാവുന്ന ഒരു കിടിലൻ സമ്മറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പോൾ മക്കളെ, ഈ ചാപ്റ്ററിന് നിർബന്ധമായിട്ട് നിങ്ങൾ ഇതങ്ങോട്ട് പഠിച്ചിട്ട് പോവുക. ഏത് ചോദ്യം വന്നാലും ഇതങ്ങോട്ട് ചാമ്പിക്കോ. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. ഡയറക്റ്റ് ആയിട്ട് ചാപ്റ്ററിലേക്ക് തുടങ്ങാൻ, വെറുതെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പദത്തിന്റെ അർത്ഥം തന്നെ എന്താ സംഗതി? ഇന്റർനെറ്റിന്റെ ലോകമാണ്, ദ വേൾഡ് ഓഫ് ഇന്റർനെറ്റ്. നമുക്കറിയാം, കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോൺ, ഇത്യാദി സകല കുടച്ചക്രങ്ങളും സൈബർ സ്പേസിന്റെ ഭാഗമാണ് അല്ലേ. പണ്ടൊക്കെ നമുക്കറിയാം, ഇതിപ്പോ ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 10-15 കൊല്ലം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഇന്റർനെറ്റ് ഒക്കെ ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നുള്ളൂ ആളുകൾക്കിടയിലേക്ക്. അപ്പൊ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, ഗുണവും തെറ്റും ശരിയൊക്കെ വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് സൈബർ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഇന്ന് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുള്ള കാര്യങ്ങൾ തന്നെ സമ്മറി ആയിട്ട് എഴുതിയാൽ മതി. അതിനെ ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ സൈബർ സ്പേസിന്റെ കാര്യം നമുക്കറിയാം, ഒരു വിശാലമായ, നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നെ പറയുന്ന പോലെ ഒരു റിയൽ എസ്റ്റേറ്റ് വേൾഡ് പോലെയാണ് അല്ലേ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാൻ കഴിയുന്ന ഓരോരുത്തർക്ക് സ്പേസ്, സ്വന്തമായി സ്പേസ് ഉള്ള, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്റർടൈൻമെന്റിനുള്ള സ്പേസുകൾ അതിലുണ്ട്. നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള സ്പേസുകളുണ്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സ്പേസുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ എല്ലാ പ്രായക്കാർക്കും എല്ലാ ടൈപ്പ് ആളുകൾക്കും സ്പെൻഡ് ചെയ്യാനും, ടൈം സ്പെൻഡ് ചെയ്യാനും, ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് ആണ് നമ്മുടെ ഈ ഡിജിറ്റൽ സ്പേസ് ആണ് ഈ സൈബർ വേൾഡ് എന്ന് പറയുന്നത് അല്ലെ. ഇന്നിപ്പോ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ പ്രായമായിട്ടുള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അടക്കം എന്തിനേറെ പറയുന്നു, ഇപ്പൊ പെറ്റ് വീഴുന്ന കുട്ടി പോലും സൈബർ വേൾഡിലേക്കാണ് പെറ്റ് വീഴുന്നത് എന്നൊക്കെ പറയാം അല്ലെ. കാരണം എല്ലാവരും ഈ ഇന്റർനെറ്റിന്റെ ലോകത്താണ്, ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് സൈബർ വേൾഡിനെ കുറിച്ച് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിക്കാം. സൈബർ സ്പേസ് ഈസ് എ വേൾഡ് ഓഫ് അൺലിമിറ്റഡ് സ്കോപ്പ് ആൻഡ് ഹിഡൻ ഡേഞ്ചേഴ്സ്. രണ്ടുമാണ് അല്ലെ. അതായത് അൺലിമിറ്റഡ് സ്കോപ്പ്, ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു ലോകമാണ് ഈ സൈബർ സ്പേസ്. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ഹിഡൻ ഡേഞ്ചേഴ്സ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത പതിയിരിക്കുന്ന അപകടങ്ങളും ഇവിടെ ഉണ്ട് അല്ലെ. സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈം വേൾഡ് തന്നെ ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഒരുപാട് ഭീഷണിപ്പെടുത്തൽ, പണം തട്ടിപ്പ്, മോർഫിംഗ്, സെക്ഷൽ ഹറാസ്മെന്റ്, ഇങ്ങനെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സൈബർ ക്രൈമുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുതല്ല മൂർച്ചയുള്ള ഒരു വാളാണ് സൈബർ വേൾഡ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഒരു ഭാഗത്ത് ഗുണമാണെങ്കിൽ മറുഭാഗത്ത് വലിയ ഡേഞ്ചർ ആണ് അല്ലെ. ദെൻ സൈബർ സ്പേസ് ഈസ് ദ കമ്മ്യൂണിറ്റി ഓഫ് നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സ്. ഒരുപാട് നെറ്റ്വർക്ക്, ഇന്റർനെറ്റിലൂടെ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? സൈബർ സ്പേസിനെ പറയാം. കമ്പ്യൂട്ടർ ഉണ്ടാവണമെന്നില്ല, ഇന്റർനെറ്റിന്റെ ഒരു ഷെയറിംഗ് നെറ്റ്വർക്ക് ആണ് ഈ ഒരു സൈബർ സ്പേസ്. ദെൻ ദോ ദ സൈബർ സ്പേസ് വാസ് ഫോർമലി സേവ്ഡ് ആസ് എ പ്ലേ ഗ്രൗണ്ട് ഫോർ കമ്പ്യൂട്ടർ nerds ആൻഡ് ടെക്കീസ്, ഇറ്റ് നൗ എംബ്രേസസ് എവറി കമ്മ്യൂണിറ്റി ഇൻക്ലൂഡിംഗ് ചിൽഡ്രൻ. അപ്പൊ നമുക്കറിയാം, ഈ സൈബർ സ്പേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇന്റർനെറ്റിന്റെ ലോകം എന്ന് പറഞ്ഞത് അത് തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടെക്കികൾക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ വലിയ വലിയ ടെക്നീഷ്യന്മാരും അതേപോലെ ഉദ്യോഗസ്ഥന്മാരും മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വേൾഡ് ആയിരുന്നത്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഒരു കാലത്ത് ഇന്റർനെറ്റും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിന് പകരം എന്താണ്? ഇറ്റ് എംബ്രേസസ് ഓൾ ദ കമ്മ്യൂണിറ്റി ഇൻക്ലൂഡിംഗ് ചിൽഡ്രൻ എന്നാ പറഞ്ഞത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രായക്കാർക്കും എല്ലാ കമ്മ്യൂണിറ്റിക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു വേൾഡ് ആയിട്ട് ഇത് മാറിയിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം, ഗെയിമുകൾ കുട്ടികൾക്ക് ഗെയിം കളിക്കാനും മറ്റുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനും എന്തിന് പഠിക്കാൻ വരെ നമ്മൾ ഈ ഒരു സൈബർ വേൾഡിനെ ആശ്രയിക്കുന്ന ഒരു സമയമാണ് ഇന്ന് അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ there has no limit in cyber space അല്ലെ. സൈബർ സ്പേസിന് ഒരു ലിമിറ്റും ഇല്ല. അവിടുത്തെ വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയോടത്തേക്കും പോവാം, വേണ്ടാത്തോടത്തേക്കും പോവാം. വേണ്ടാത്തോടത്തേക്ക് പോകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡേഞ്ചർ, പണി കിട്ടും അല്ലെ. ശ്രദ്ധിക്കുക, സൈബർ സ്പേസ് ഓഫേഴ്സ് us a variety of services അല്ലെ. ഒരുപാട് വ്യത്യസ്ത തരം സർവീസുകൾ നമുക്ക് ഈ സൈബർ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. We can contact with a far away people through emails which is similar to the exchanges we have on the telephone. നമുക്കറിയാം, നമ്മൾ കുറെ കാലം മുമ്പ് തന്നെ ദൂരെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടെലിഫോൺസ് അല്ലെ. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ വരെ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടെലിഫോണിലൂടെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് സൈബർ സ്പേസിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? ആളുകളുമായിട്ട് സംവദിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനാണ് ഇമെയിൽസ് ഒക്കെ ഉള്ളത് അല്ലെ. ഇന്നിപ്പോൾ ഇമെയിൽസ് മാത്രമല്ല, സോഷ്യൽ മീഡിയ ആയിട്ട് വാട്സപ്പും ഫേസ്ബുക്കും തേങ്ങയും ഇൻസ്റ്റാഗ്രാം എന്തൊക്കെയോ ഉണ്ട് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ സൈബർ സ്പേസിലൂടെ ദൂരെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ലൈക്ക് ടെലിഫോണിലെ, അതായത് ടെലിഫോണിലൂടെ പോലെ തന്നെ. ദെൻ
get many information and entertainment services from the cyberspace. കൂടാതെ ഈ സൈബർ സ്പേസിൽ നിന്ന് നമുക്ക് ഒരുപാട് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് അല്ലെ, അതായത് നമുക്ക് സിനിമ കാണണോ സൈബർ സ്പേസിലേക്ക് പോയാൽ മതി, അതേപോലെ തന്നെ നമുക്ക് ഗെയിം വേണോ, നമുക്ക് പാടത്തേക്കൊന്നും ഇറങ്ങണ്ട, ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഗെയിം ആയിട്ട് കളിക്കാൻ പറ്റും അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഗെയിമുകൾ കളിക്കാനുള്ള സ്പേസ് ഈ സൈബർ സ്പേസിലുണ്ട്. പെസ്സും മറ്റുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഫ്രീ ഫയർ തേങ്ങ എന്തൊക്കെ ഉണ്ടല്ലേ. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിനൊക്കെയുള്ള സ്പേസുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ ഇൻഫോർമേഷൻ അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കിട്ടണമെങ്കിൽ, ഇപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാരാണ് മഹാത്മാഗാന്ധി എന്ന് നമുക്കറിയാം. എന്നാലും അറിയാത്ത കുട്ടികൾക്ക് പുസ്തകം എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, ടീച്ചറോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഗൂഗിൾ അമ്മാവനോട് ചോദിച്ചാൽ മതി, ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ ഉത്തരം കണ്ട് ചടപടാൻ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ കിട്ടും. അപ്പോൾ വി ഗെറ്റ് ലോട്ട്സ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം സൈബർ സ്പേസ് അല്ലേ. ദെൻ ഇറ്റ് ഓൾസോ എ യൂസ്ഫുൾ പ്ലേസ് ലൈക്ക് ലൈബ്രറി, സ്റ്റോർസ്, മാൾസ് ആൻഡ് മൂവി ഹൗസസ്. അപ്പോൾ ഒരു കട പോലെ, അതല്ലെങ്കിൽ ലൈബ്രറി പോലെ, അല്ലെങ്കിൽ ഒരു മാൾ, ഷോപ്പിംഗ് മാൾ പോലെ, അല്ലെങ്കിൽ ഒരു മൂവി ഹൗസ്, ഒരു തിയേറ്റർ പോലെ എല്ലാം നമുക്ക് ഈ സൈബർ സ്പേസ് വർക്ക് ചെയ്യുന്നുണ്ട്. Then there are real communities, groups of people who communicate among themselves. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് യഥാർത്ഥ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ അല്ല, യഥാർത്ഥ കമ്മ്യൂണിറ്റി. നമ്മളൊക്കെ ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്, കുടുംബ ഗ്രൂപ്പുകളുണ്ട്, ഫാമിലി ഗ്രൂപ്പുകളുണ്ട്, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളുണ്ട്, അതേപോലെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും മറ്റുള്ള എല്ലാത്തിലും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. ഈ കമ്മ്യൂണിറ്റികൾ തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. ഇതൊക്കെ വെർച്വലേ, അതായത് റിയാലിറ്റിയാണ്, ശരിക്കുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഇവരെല്ലാവരും കൂടി ഈ സൈബർ സ്പേസിലേക്ക് വരുന്നു. നമുക്ക് നമ്മുടെ ചർച്ചകൾ നടത്താനും മീറ്റിംഗുകൾ നടത്താനും സംവദിക്കാനും ഒക്കെ ഇതിലൂടെ കഴിയുന്നുണ്ട് അല്ലേ. Then here people can download any information as they need. അതേപോലെ തന്നെ ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇൻഫോർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ സൈബർ സ്പേസ് അല്ലേ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഷോർട്ട് ആയിട്ടാണുള്ളത്, ഇതൊക്കെ പഠിക്കാം. There are many recreational activities available here like playing games, listening music, watching movies, sports events and chat with those we like. അപ്പോൾ ഇവിടെ ഒരുപാട് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ സൈബർ സ്പേസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഗെയിമുകൾ കളിക്കാം, മ്യൂസിക് കേൾക്കാം, അതേപോലെ TV കാണാം, സിനിമകൾ കാണാം, സ്പോർട്സ് ഇവന്റ്സുകൾ നമുക്ക് ഇതിലൂടെ ആസ്വദിക്കാം, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ ചാറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും ഇതിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സൈബർ സ്പേസ് ഓൾസോ പ്രൊവൈഡസ് മെനി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ സൈബർ സ്പേസിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ, പല മേഖലകളിലൂടെ ആയിട്ട്, എഡ്യൂക്കേഷണൽ ഫീൽഡിലും, ടെക്നോളജിക്കൽ ഫീൽഡിലും, അതേപോലെ തന്നെ നമ്മുടെ കൗൺസിലിംഗ് ഫീൽഡിലും, അങ്ങനെ പല മേഖലകളായിട്ട്, ഷെയർ മാർക്കറ്റ് ഫീൽഡ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു സൈബർ വേൾഡിലൂടെയാണ് ഇന്ന് കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു സൈബർ വേൾഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Then as the cyberspace has become an inevitable part of modern man, it has its own dangers also, അല്ലെങ്കിൽ demerits also അല്ലേ. അതായത് നമ്മുടെ ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യനെ, മോഡേൺ മാനിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് എന്നാണ് പറഞ്ഞത്. അവന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ പോലും അതിന് ഇന്ന് ഒരുപാട് ഡേഞ്ചർ, അതിൻ്റെതായ കുറെ വിപത്തുകളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഡിമെറിറ്റ്സ്? സോ വെൻ ചിൽഡ്രൻ യൂസ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി മോണിറ്ററൈസ്ഡ്. കുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് മോണിറ്ററൈസ് നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ വാതിലുകൾ എല്ലായിടത്തേക്കും ഓപ്പൺ ആണല്ലേ. ഒരു പോൺ സൈറ്റിലേക്കായാലും, അതേപോലെ മോശപ്പെട്ട മറ്റുള്ള കാഴ്ചകളുടെക്കായാലും എല്ലാം ഓപ്പൺ ആണ്. ആർക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കയറി ചെല്ലാം അല്ലേ. ചുമ്മാ അങ്ങനെ പറയും 18 വയസ്സിൽ കൂടുതലുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആർക്ക് വേണമെങ്കിലും ഒരു കള്ള ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും കയറാം, ആരോട് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം, ആരുടെ റൂമിലേക്ക് വേണമെങ്കിലും കയറി ചെല്ലാവുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ് ഈ ഒരു സൈബർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് മുതിർന്ന ആളുകൾ അതിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ സെൽഫ് കൺട്രോൾ എങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പണി പാടും അല്ലേ. ഇറ്റ് കണ്ടെയ്ൻസ് മെനി സൈറ്റ്സ് ദാറ്റ് ഗിവ് വൾഗർ ആൻഡ് സെക്ഷൽ കണ്ടന്റ്സ്. ഒരുപാട് സെക്ഷൽ കണ്ടന്റ്സ് ഉള്ള മോശമായിട്ടുള്ള കുറെ സൈറ്റുകൾ ഇതിലുണ്ട്. ദെൻ എന്താ, സം ചിൽഡ്രൻ ഓഫൻ ഗെറ്റ് അഡിക്റ്റഡ് ടു ദ ഗെയിംസ് ആൻഡ് അതർ എന്റർടൈൻമെന്റ് അവൈലബിൾ ഓൺ ദ സൈബർ സ്പേസ്. കൂടാതെ ഈ സൈബർ സ്പേസിൽ കുറെ ഗെയിംസുകൾ ഉണ്ട്. ആ ഗെയിംസിനൊക്കെ പലപ്പോഴും കുട്ടികൾ അഡിക്റ്റ് ആവാറുണ്ട്. അതും ദോഷം തന്നെയാണ് അല്ലേ. ദെൻ when using cyberspace we can have individual choice and individual responsibility. അപ്പോൾ ഈ സൈബർ സ്പേസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ വ്യക്തിപരമായിട്ടുള്ള ചോയ്സുകളും വ്യക്തിപരമായിട്ടുള്ള എന്തുള്ളത് ഒരു ഉത്തരവാദിത്വമുണ്ട്. Then we may fall into many traps if we are not careful while using the cyberspace. ഈ ഒരു സൈബർ സ്പേസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കെയർ ചെയ്തിട്ടില്ല, നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചതിക്കുഴികളിൽ നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട്. Then cyberspace therefore is a double-edged tool. അതുകൊണ്ട് തന്നെ ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു ടൂൾ, ഒരു ഉപകരണമായിട്ടാണ് സൈബർ സ്പേസിനെ പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ഷാർപ്പ് നൈഫ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ക്യൂർ ലൈക്ക് എ സർജൻ ഓർ ടു കിൽ ലൈക്ക് എ മർഡറർ. മനസ്സിലായില്ലേ? അതായത് ഒരു ഇരുതല മൂർച്ചയുള്ള അല്ലെങ്കിൽ മൂർച്ചയേറിയ ഒരു കത്തി പോലെയാണ് ഈ ഒരു സൈബർ സ്പേസ് ഉള്ളത്. അപ്പൊ ആ കത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു വലിയൊരു അസുഖം, ഒരു സർജനെ പോലെ, ഒരു എന്താ പറയുക, സർജറി നടത്തുന്ന ഒരു ഡോക്ടറെ പോലെ തന്നെ നമുക്കൊരു വലിയൊരു അസുഖം നമുക്ക് ക്യൂർ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഈ കത്തി ഉപയോഗിച്ച് നമുക്കൊരു മർഡറർ ആവാനും, ഒരു കൊലപാതകി ആവാനും പറ്റും, ഒരാളുടെ ജീവൻ ഇല്ലാതാക്കാനും പറ്റും. അപ്പം ഇത് രണ്ടും നൈഫ് കൊണ്ടാണ് പറ്റുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇരുതല മൂർച്ചയുള്ള ഒരു നൈഫ് അല്ലെങ്കിൽ ഒരു കത്തിയാണ് ഈ സൈബർ സ്പേസ്. സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ മക്കളെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഏത് ചോദ്യം വന്നാലും ഇത് എഴുതിച്ചാൽ മതി, ഫുൾ മാർക്ക് കൺഫേംഡ് ആണ്. അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നേരമില്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോയത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.